എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സെക്രട്ടറി ടെസ്റ്റിൻ്റെ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ അതിൽ ഇഫ് ക്ലോസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. സോ ഐ തോട്ട് ഇഫ് ക്ലോസിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് നിങ്ങൾക്ക് തരാമെന്ന്. അടുത്ത ഡിഗ്രി മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു വിഷയം നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയാലോ. സോ കഴിഞ്ഞ വർഷത്തെ സെക്രട്ടറി ടെസ്റ്റിൻ്റെ എക്സാമിനേഷൻ ചോദിച്ച ആ ചോദ്യം ഇതാണ്: ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ദ വെർബ്. ലതാസ് കരിയർ വുഡ് ഹാവ് ബീൻ റൂയിൻഡ് ഇഫ് ഷീ നോട്ട് പാസ് കൊടുത്തിട്ടുണ്ട് ദ പ്രൊമോഷൻ ടെസ്റ്റ്. ഓപ്ഷൻസിൽ അതിൽ ഫസ്റ്റ് ഹാവ് നോട്ട് പാസ്ഡ്, സെക്കൻഡ് ഹാസ് നോട്ട് പാസ്ഡ്, തേർഡ് ഹാഡ് നോട്ട് പാസ്ഡ്. എന്നിട്ട് ഓപ്ഷൻ എ ഓൺലി 1 and 2, ഓപ്ഷൻ ബി ഓൺലി 3, ഓപ്ഷൻ സി ഓൺലി 1 ആൻഡ് ഓപ്ഷൻ ഡി none. ഇതാണ് ചോദ്യം. ഇതിന് കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഇത് കറക്റ്റ് ആൻസർ അറിയാൻ വേണ്ടി നമുക്ക് ഇഫ് ക്ലോസ് പഠിക്കാം. പഠിച്ചിട്ട് നമുക്കിത് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇഫ് ക്ലോസിൻ്റെ റൂൾസ് നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒരു റിവിഷൻ ക്ലാസ് ആയിട്ട് എടുക്കുക. അതർവൈസ് ശ്രദ്ധിച്ച് കേട്ട് ഈ റൂൾസ് കൃത്യമായിട്ട് ഇപ്പം തന്നെ പഠിച്ചെടുക്കാൻ നോക്കുക. ഓക്കെ, നമ്മൾ പറയില്ലേ ഇങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇപ്പം ഞാൻ നമ്മുടെ ജയനെയൊക്കെ ഓർക്കുക, എനിക്ക് ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നില്ലേ. അതാണ് ഈ ഇഫ് യൂസ് ചെയ്യുന്നത് അല്ലേ, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇഫ് ക്ലോസ് പഠിക്കുമ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 3 എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുള്ളത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ഇഫ് യു സ്റ്റഡി വെൽ, ഇവിടെ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്താണ്, വെർബാണ്. അത് ഏത് ടെൻസ് ആണ്? സ്റ്റഡി, ജസ്റ്റ് സ്റ്റഡി, പ്രസന്റ് ടെൻസ്, വർത്തമാനകാലം, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഇവിടെ വന്നപ്പം ഞാനിവിടെ എന്ത് കൊടുത്തു? യു വിൽ പാസ്, നീ ജയിച്ചേനെ എന്നുള്ളത് ജസ്റ്റ് വില്ല് വെച്ചിട്ട് കൊടുത്തു. ഇഫ് യു സ്റ്റഡീഡ് വെൽ, അടുത്ത സ്റ്റേറ്റ്മെന്റ്, അടുത്ത സെന്റൻസ് ഇഫ് യു സ്റ്റഡീഡ് വെൽ. അപ്പോൾ സ്റ്റഡീഡ് ആയപ്പോൾ ടെൻസ് മാറിയില്ലേ, ഇത് പാസ്റ്റ് ടെൻസ് ആയി, കഴിഞ്ഞു പോയി. നീ പഠിച്ചിരുന്നെങ്കിൽ, എക്സാം കഴിഞ്ഞു പോയിട്ടോ, നീ പഠിച്ചിരുന്നെങ്കിൽ യു വുഡ് പാസ്, നീ ജയിച്ചേനെ. അവിടെ ഇവിടുത്തെ വില്ല് മാറിയിട്ട് വുഡായി. അപ്പോൾ എന്താ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായേ? സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് വില്ല്, അത് പാസ്റ്റ് ആയപ്പോൾ, സിമ്പിൾ പാസ്റ്റ് ആയപ്പോൾ വില്ല് മാറി വുഡായി അല്ലേ, വിൽ മാറി വുഡായി എവിടെ, സിമ്പിൾ പാസ്റ്റിൽ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ ജസ്റ്റ് വെർബ് സിമ്പിൾ പ്രസന്റ് V1 ഫോം ആണ്, അപ്പോൾ വില്ല് നമ്മളിവിടെ ഉപയോഗിച്ചു. ഇവിടെ എന്ന് പറഞ്ഞാൽ V2 ഫോം ആണ്, വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, വുഡ് യൂസ് ചെയ്തു. ഇനി മൂന്നാമത്തെ കേസ് ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ, ഹാഡ് പ്ലസ് വെർബിന്റെ V3 ഫോം ആണ്. ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, വെർബിന്റെ V3 ഫോം ആണ് അല്ലെ, ഹാഡിന്റെ കൂടെ ചേർക്കുക. ഹാഡ് സ്റ്റഡീഡ് എന്ന് പറഞ്ഞാൽ ഇത് ഏത് ടെൻസാ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതായത് പിന്നെയും അത് ഫുൾ കഴിഞ്ഞു പോയി. ഇപ്പം ഈ ഒരു കേസിൽ നീ പഠിച്ചിരുന്നെങ്കിൽ എക്സാം പാസ്സാവായിരുന്നു, കുഴപ്പമില്ല, വിഷമിക്കേണ്ട, നിനക്ക് ഇനിയാണെങ്കിലും പഠിക്കാനൊരു സ്കോപ്പ് ഉണ്ട് അവിടെ. പക്ഷെ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ എന്ന് പറഞ്ഞാൽ എന്താ, നീ പഠിച്ചായിരുന്നെങ്കിൽ യു വുഡ് ഹാവ് പാസ്ഡ്, നീ പാസ്സായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞു പോയി, അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ, ഇവിടെ ഹാഡ് പ്ലസ് V3 വന്നപ്പം ഇവിടെ എന്താ, ഈ വുഡിൻ്റെ കൂടെ ഹാവ് വന്നു, വുഡ് ഹാവ് വന്നു. അപ്പോൾ സിമ്പിൾ പ്രസന്റിൽ സിമ്പിൾ ആയിട്ട് വില്ല, സിമ്പിൾ പാസ്റ്റ് ആയപ്പോൾ വില്ല് വുഡായി, പാസ്റ്റ് പെർഫെക്റ്റ് ആയപ്പം ഹാഡ് വന്നപ്പോൾ ഇവിടെ വുഡിൻ്റെ കൂടെ ഹാവ് വന്നു. ഒന്നുകൂടെ പറയാം, സിമ്പിൾ പ്രസന്റ് ആയപ്പോൾ സിമ്പിളി വില്ല്, സിമ്പിൾ പാസ്റ്റ് ആയപ്പോൾ വില്ല് വുഡായി, പാസ്റ്റ് പെർഫെക്റ്റ് ആയപ്പോൾ ഇവിടെ ഹാഡ് വന്നപ്പോൾ ആ വുഡിൻ്റെ കൂടെ ഒരു ഹാവ് വന്നു. ഇതാണ് റൂള്, ഇതാണ് ഇഫ് ക്ലോസിന് അറിഞ്ഞിരിക്കേണ്ട റൂള്. ഒരു എക്സാമ്പിൾ നോക്കൂ. ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ് യു ഡാഷ് വെറ്റ്. മഴ പെയ്തിരുന്നെങ്കിൽ നീ നനഞ്ഞേനെ. ഇവിടെ ഏതാണ്? ഇറ്റ് ഹാഡ് റെയിൻഡ്, ഹാഡ് പ്ലസ് V3. അപ്പോൾ ഏതാ ടെൻസ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസാ. ഹാഡ് പ്ലസ് V3 വന്നാൽ നമ്മൾ എന്തായിരിക്കും എഴുതാൻ പോണേ? വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ആയിരിക്കും. ഹാഡ് പ്ലസ് V3 വന്നാൽ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ആയിരിക്കും. അപ്പോൾ വുഡ് ഹാവ് ഗോട്ടൻ, യു വുഡ് ഹാവ് ഗോട്ടൻ വെറ്റ്, അതാണ്. അപ്പോൾ ഇഫ് ഇറ്റ് ഹാഡ് റെയിൻ യു വുഡ് ഹാവ് ഗോട്ടൻ വെറ്റ്, യു വുഡ് ഹാവ് ഗോട്ടൻ വെറ്റ് അല്ലേ? ക്ലിയർ ആയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ സിംപ്ലി റിഫിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻസ് ഒന്ന് പഠിച്ചു വെച്ചോ. ഇഫ് വരുമ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ആണ് വെർബ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താ, വെർബ് സിംപ്ലി ഡു പ്ലസ് വെർബ് അല്ലെങ്കിൽ ഡസ് പ്ലസ് വെർബ്. ഡു പ്ലസ് സ്റ്റഡി ആണ് സ്റ്റഡി, ഡസ് പ്ലസ് സ്റ്റഡി നമുക്ക് സ്റ്റഡീസ്. സ്റ്റഡി എന്ന് വന്നാലും സ്റ്റഡീസ് എന്ന് വന്നാലും വെർബിന്റെ V1 ഫോം ആണ്. അങ്ങനെ V1 ഫോം ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ വില്ല് തന്നെ വരണമെന്നില്ല. ഇവിടെ വില്ല്, ഷാൾ, ക്യാൻ, മേ, ഇത് ഏതുകൊണ്ട് വരാം, വില്ല് വരാം, ഷാൾ വരാം, ക്യാൻ വരാം, മേ വരാം, പ്ലസ് V1 ആയിരിക്കണം. ഇവിടെ വില്ല് കഴിഞ്ഞാൽ V1 ആയിരിക്കണം. ഓക്കെ, ഇനി സെക്കൻഡ് കേസിൽ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഇതേപോലെ സ്റ്റഡീഡ്, സിമ്പിൾ പാസ്റ്റ്. സ്റ്റഡീഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡീഡിന്റെ ഫോം ഡിഡ് പ്ലസ് സ്റ്റഡി ആണ് സ്റ്റഡീഡ് അല്ലെ, ഡിഡ് പ്ലസ് സ്റ്റഡി ആണ് സ്റ്റഡീഡ്, അറിയാമല്ലോ. സ്റ്റഡി എന്ന് പറഞ്ഞാലോ ഡു പ്ലസ് സ്റ്റഡി, സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഡു പ്ലസ് സ്റ്റഡി. ഡസ് പ്ലസ് സ്റ്റഡി ആണെങ്കിൽ എന്താണ്? ഡസ് പ്ലസ് സ്റ്റഡി ആണെങ്കിൽ സ്റ്റഡീസ്. അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണവും, അതായത് ഡു പ്ലസ് സ്റ്റഡിയും ഡസ് പ്ലസ് സ്റ്റഡിയും, അതായത് സ്റ്റഡീസ് എന്ന് V1 വന്നാൽ ഇവിടെ ജസ്റ്റ് വിൽ പ്ലസ് V1 ആയിരിക്കും. ഇനി ഡിഡ് വെച്ചോണ്ട് ഡിഡ് പ്ലസ് സ്റ്റഡി, അതായത് സ്റ്റഡീഡ്, അതായത് പാസ്റ്റ് ടെൻസ് വരുവാണെങ്കിൽ, സിമ്പിൾ പാസ്റ്റ് വരുവാണെങ്കിൽ ഈ സൈഡിൽ വുഡ് തന്നെയല്ല, വുഡ് വരാം,
ഷുഡ് വരാം, കുഡ് വരാം. വുഡ്, ഷുഡ്, കുഡ് പ്ലസ് V1 ആയിരിക്കും V1. ഇനി മൂന്നാമത്തെ കേസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ വുഡ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലെങ്കിൽ വെർബ് 3 ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്, അതുകൂടെ പഠിച്ച നമ്മുടെ ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റഡ് ആണ്. എക്സാമ്പിൾ പറഞ്ഞാൽ ജനറൽ ട്രൂത്ത്, സീറോ കണ്ടീഷൻ എന്ന് പറയും. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പോൾ ഭൂമി ഉരുണ്ടതാ ഒരു യൂണിവേഴ്സൽ ഫാക്റ്റ് ആണ് അല്ലേ. വെള്ളം 100 ഡിഗ്രിയിൽ തിളയ്ക്കും, അത് 0 ഡിഗ്രിയിൽ ഐസാകും. ഇതൊക്കെ യൂണിവേഴ്സൽ ഫാക്ട്സ് ആണ്. ഇങ്ങനെ കോമൺ ആയിട്ട് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് ഇഫ് ക്ലോസിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ഇഫ് ഡോഗ് സീ സ്ട്രേഞ്ചേഴ്സ്, പട്ടികൾ അപരിചിതരെ കാണുകയാണെങ്കിൽ അവർ എന്ത് ചെയ്യും? അവർ കുരയ്ക്കും. ഇതൊരു ജനറൽ ട്രൂത്താണ് അല്ലെ, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജനറൽ ആയിട്ട് പറയാം, ജനറലൈസ് ആയിട്ട് പറയാം. അപ്പൊ നമുക്ക് നോർമലി തോന്നും ഡോഗ് സീ സ്ട്രേഞ്ചേഴ്സ്. സി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് V1 ആണ്. അപ്പൊ ആദ്യത്തെ കേസാണ്, അതുകൊണ്ട് ദേ വിൽ ബാർക്ക് എന്ന് പറയാൻ തോന്നും, പക്ഷെ അത് തെറ്റാണ്. യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ഐ മീൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എപ്പോഴും ഓർത്താൽ മതി. ഇവിടെ സിമ്പിൾ ആയിട്ട് എന്ത് കൊടുത്താൽ മതി എന്നറിയാവോ? V1 കൊടുത്താൽ മതി. ജസ്റ്റ് ബാർക്കോട് വില്ല് കൊടുക്കണ്ടാന്ന്. സാധാരണ ഇത് അറിയില്ലാതെ നമ്മൾ ഇത് മാത്രം പഠിച്ചിട്ട് പോയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിതൊക്കെ പഠിച്ചിട്ട് പോകും. പക്ഷേ എക്സാമിന് ചിലപ്പോൾ ചോദിക്കണേ ഇങ്ങനെ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. നമ്മൾ ഉടനെ സി, അപ്പം V1 ആണ്. ജസ്റ്റ് സിമ്പിൾ പ്രസന്റ് ആണ്, ജസ്റ്റ് വില്ല് കൊടുത്താൽ മതി. അപ്പോൾ വിൽ ബാർക്ക് എന്ന് കൊടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ തെറ്റാണ്. എന്താണ്? ദേ ബാർക്ക്. അവിടെ വില്ല് വേണ്ട, സിംപ്ലി എന്ത് കൊടുക്കണം? ജസ്റ്റ് V1 കൊടുത്താൽ മതി. അതുപോലെ ഇഫ് വാട്ടർ റീച്ചസ് 100 ഡിഗ്രി സെൽഷ്യസ്, വെള്ളം 100 ഡിഗ്രിയിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? അത് ബോയിൽ ആകും അല്ലെ. ബോയിൽ ആകാൻ വേണ്ടിയിട്ട് വിൽ ബോയിൽ പറയണോ? വേണ്ട. ഇറ്റ് ബോയിൽസ്, സിംപ്ലി ഇറ്റ് ബോയിൽസ്. അവിടെ സിംപ്ലി V1 കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇഫ് ഹി ഹാഡ് മണി, ഇവിടെ ഹി വുഡ് ബൈ ഇറ്റ് എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഒന്ന് നോക്കിക്കേ. ഇപ്പം ഇത് നോക്കാണ്ടൊന്ന് വായിച്ചു നോക്കിക്കേ. ഇഫ് ഹി ഹാഡ് മണി, അവന് പണം ഉണ്ടായിരുന്നെങ്കിൽ. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഹാഡ് ഉണ്ട്, അപ്പോൾ വുഡ് ഹാവ് വരാനായിരിക്കും നമുക്ക് അങ്ങനെ എഴുതാനായിരിക്കും നമുക്ക് തോന്നുക. കാരണം നമ്മൾ പഠിച്ചിരുന്ന റൂൾ എന്താ? ഇഫ് ക്ലോസിൽ ഇവിടെ ഹാഡ് വരികയാണെങ്കിൽ നമ്മൾ വുഡ് ഹാവ് എന്ന് ചേർക്കണം നമ്മൾ പഠിച്ചിരിക്കണേ. പക്ഷെ ശ്രദ്ധിച്ച് നോക്കിക്കേ, നമ്മൾ എന്താ പറഞ്ഞിരിക്കണേ? ഹാഡ് വരികയാണെങ്കിൽ അല്ല, ഹാഡ് പ്ലസ് V3 വരണം. ഹാഡ് പ്ലസ് V3. ഇവിടെ ഹാഡിൻ്റെ കൂടെ വെർബ് വല്ലതും ഉണ്ടോ? ഹാഡിനൂടെ ഒരു വെർബും ഇല്ല. മണി എന്ന് പറഞ്ഞ വെർബല്ല. അപ്പോൾ എന്താ അർത്ഥം എന്ന് ആലോചിക്കുക. അവൻ്റെ പണം ഉണ്ടായിരുന്നെങ്കിൽ അവനത് വാങ്ങിച്ചേനെ. അപ്പോൾ ഇവിടെ ഈ ഹാഡ് എന്ന് പറയുന്നത് നമ്മൾ ടെൻസിൽ ഉപയോഗിക്കുന്ന ആ ഹാഡ് അല്ല. ഇത് അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ ഹാഡ്. ഇതൊരു വെർബാണ് ആക്ച്വലി അല്ലേ, ഹാഡ് എന്ന് പറയുന്നത്. അതായത് ഡിഡ് പ്ലസ് ഹാവ് എന്ന് പറയുന്ന ഒരു വെർബാണ് ഇവിടെ ഹാഡ് എന്ന് പറയുന്നത്. അതായത് അവിടെ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഗ്രാമറിൽ ഉപയോഗിക്കുന്ന ആ ഒരു ഹാസ്, ഹാവ്, ഹാഡ് അല്ല ഇവിടുത്തെ ഹാഡ്. ഈ ഹാഡ് അവൻ്റെ പണം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പറയില്ലേ ഫുഡ് കഴിച്ചോ? യെസ് ഐ ഹാഡ്. അവിടെ എന്താ ഹാഡിൻ്റെ അർത്ഥം? കഴിച്ചു എന്ന് പറയുന്ന ഒരു അർത്ഥമല്ലേ. അതുപോലെ ഇതൊരു വെർബാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് വെർബാണത്? ഡിഡ് പ്ലസ് ഹാവ്. അതായത് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റാ. സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേക്കണേ? സെക്കൻഡ് കേസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? വുഡ് അല്ലേ. വുഡ് പ്ലസ് V1 ആണ് ഉപയോഗിക്കേണ്ടത്. ജസ്റ്റ് വുഡ് പ്ലസ് V1. അപ്പം ഹി വുഡ് ബൈ ഇറ്റ്. ക്ലിയർ ആയോ പറഞ്ഞത്? അതൊരു എക്സെപ്ഷൻ കേസാണ്. അപ്പം നമ്മൾ ജനറലി പഠിച്ച റൂൾസിന് വ്യത്യാസമായിട്ട് ഒരെണ്ണം നമ്മൾ പറഞ്ഞ യൂണിവേഴ്സൽ ഫാക്ട്സ് ആണെങ്കിൽ സിമ്പിളി V1 കൊടുക്കുക. ഇനി ഇങ്ങനെ ഹാഡ് വരുമ്പോൾ ശ്രദ്ധിച്ചോളണം, അതിൻ്റെ മീനിങ് നോക്കണം. ഹാഡ് പ്ലസ് V3 ഉണ്ടെങ്കിലേ വുഡ് ഹാവ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ജസ്റ്റ് ഹാഡോടെ വെർബായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് വുഡ് മാത്രം മതിയാവും. വുഡ് പ്ലസ് V1 ആയിരിക്കും. ഇഫ് ഐ ഡാഷ് ഐ വുഡ് ഹാവ് ഡൺ ഇറ്റ്. ഇങ്ങനെയും ചോദിക്കാം. ഇഫിൻ്റെ ഈ സൈഡ്, അതായത് രണ്ട് സൈഡ് ഉണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ക്ലാസ് തന്നില്ലേ നിങ്ങൾക്ക് നമ്മുടെ സെൻറ്റൻസസിൻ്റെ. അപ്പോൾ പറഞ്ഞില്ലേ മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും പറഞ്ഞല്ലോ. അതായത് പൂർണ്ണമായ അർത്ഥം തരുന്നത് മെയിൻ ക്ലോസും സെക്കൻഡ് അർത്ഥമില്ലാത്ത ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള പാർട്ടിയാണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ രണ്ട് ഭാഗം ഉണ്ടല്ലോ. ഇഫ് ഐ ഇത്രയും പിന്നെ ഐ വുഡ് ഹാവ് ഡൺ ഇറ്റ് എന്നുള്ളത് ബാക്കി ഭാഗമാണല്ലോ. അപ്പോൾ ഇവിടെയും ഡാഷ് വരാം, ഈ സൈഡിലും ഡാഷ് വരാം. എവിടെ വേണമെങ്കിലും നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇഫ് ഐ ഡാഷ് ഐ വുഡ് ഹാവ് ഡൺ ഇറ്റ്. ഇവിടെ വുഡ് പ്ലസ് ഹാവ് പ്ലസ് ഡൺ, വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ആണ്. അപ്പോൾ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 വരണമെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? ഇവിടെ ഹാഡ് പ്ലസ് V3 വരണം അല്ലേ. അപ്പോൾ ഐ ഹാഡ് ഇൻഫോംഡ് എന്ന് ഇവിടെ കിടപ്പുണ്ട് ഓപ്ഷനിൽ. ഹാഡ് ഇൻഫോംഡ്, ഹാഡ് ബീൻ ഇൻഫോംഡ്, വാസ് ഇൻഫോംഡ്, ഇൻഫോംഡ് എന്ന 4 ഓപ്ഷൻ. അതായത് ഞാൻ എന്തെങ്കിലും മീനിങ് വരുന്നത് ഞാൻ ചെയ്തേനെ. എന്ത്? ഇഫ് ഐ ഡാഷ്, ഞാൻ അത് അറിയുകയായിരുന്നെങ്കിൽ, മീൻസ് ഞാനത് അറിയാം, ഒരു കാര്യത്തെപ്പറ്റി ഞാൻ ഇൻഫോംഡ് ആയിരുന്നെങ്കിൽ, എന്നെ ഇൻഫോം ചെയ്തിരുന്നെങ്കിൽ, ഞാൻ ഇൻഫോംഡ് ആയിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അല്ലേ. നമ്മൾ ജനറലി വുഡ് ഹാവ് കാണുമ്പോൾ ഇവിടെ നമുക്ക് വുഡ് പ്ലസ് ഹാവ് ആണ്. അപ്പോൾ ഹാഡ് പ്ലസ് V3 തോന്നും. അപ്പോൾ ഇവിടെ ഹാഡ് ഇൻഫോംഡ് എന്ന് എഴുതാൻ തോന്നും. പക്ഷെ ഒന്നുകൂടെ മീനിങ് നോക്കുമ്പോൾ ഇഫ് ഐ ഡാഷ് ഐ വുഡ് ഹാവ് ഡൺ ഇറ്റ്, ഞാനിത് ചെയ്യുമായിരുന്നു. ഇഫ് ഐ,
ഞാൻ ഇൻഫോംഡ് ആയിരുന്നെങ്കിൽ, ആ കാര്യം ഞാൻ ഇൻഫോംഡ് ആയിരുന്നെങ്കിൽ, അതേപ്പറ്റി ഞാൻ ഇൻഫോംഡ് ആയിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ ഇൻഫോംഡ് ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് എന്താണ്, അത് പാസീവ് വോയിസാണ് അല്ലേ. ഇവിടെ ഐ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അതേപ്പറ്റി ഇൻഫോംഡ് ആയിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, അതൊരു പാസീവ് വോയിസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പാസീവ് വോയിസ് ആകുമ്പോൾ എങ്ങനെയാണ്, ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആക്കുമ്പോൾ ഹാഡ് ഇൻഫോംഡ് എന്തായിട്ട് മാറും, ഹാഡിൻ്റെ പാസീവ് വോയിസ് ഹാഡ് ബീൻ ആകും അല്ലേ, ഹാഡ് ബീൻ ഇൻഫോംഡ് ആകും. അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ തിങ്കിങ് കറക്റ്റാണ്, പക്ഷേ ഇത് പാസീവ് വോയിസ് ആയതുകൊണ്ട് നമ്മൾ എന്താക്കും, ഹാഡ് ഇൻഫോംഡ് മാറ്റി ഹാഡ് പ്ലസ് ബീൻ, ഹാഡ് ബീൻ ഇൻഫോംഡ് ആക്കും. ഓക്കെ, ഹാഡ് ബീൻ. സോ ഹാഡ് ബീൻ ഇൻഫോംഡ്, ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്, ഹാഡ് ബീൻ ഇൻഫോംഡ്. പക്ഷെ നമ്മൾ എന്ത് പറ്റും, ഇത് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താകും, നമ്മൾ ജസ്റ്റ് ഹാഡ് ഇൻഫോംഡ് എന്ന് കൊടുക്കും. ഹാഡ് ഇൻഫോംഡിലുള്ള തോട്ട് കറക്റ്റ് ആണ്, ബട്ട് ഇത് ഒരു പാസീവ് വോയിസ് സെൻറ്റൻസ് ആയതുകൊണ്ട് ഹാഡ് ഇൻഫോംഡ് നമ്മൾ ഹാഡ് ബീൻ ഇൻഫോംഡ് ആക്കും. ഇഫ് ദേ കട്ട് ദ കേക്ക് യെസ്റ്റർഡേ ഐ ഡാഷ്. ഇഫ് ദേ കട്ട് ദ കേക്ക് യെസ്റ്റർഡേ, അവർ ഇന്നലെ കേക്ക് കട്ട് ചെയ്യായിരുന്നെങ്കിൽ ഐ ഡാഷ്, ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, ഓപ്ഷനിൽ വുഡ് ഹാവ് ഇറ്റ്, കുഡ് ഹാവ് ഇറ്റ്, വിൽ ഹാവ് ഇറ്റ്. ഞാനിത് കഴിക്കുമായിരുന്നു എന്നാണ് പറയുക അല്ലേ. അവിടെ ഹാവിൻ്റെ അർത്ഥം ഇവിടെ ഈ വുഡ് ഹാവ്, കുഡ് ഹാവ്, ഇവിടെ ഹാവ് കഴിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇന്നലെ കേക്ക് കട്ട് ചെയ്യായിരുന്നെങ്കിൽ ഞാൻ കേക്ക് കഴിച്ചേനെ. അപ്പം ഇവിടെ യെസ്റ്റർഡേ എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇത് പാസ്റ്റ് ടെൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്, അത് ക്ലിയർ ആയിരിക്കണം. യെസ്റ്റർഡേ തന്നിട്ടുള്ളതുകൊണ്ട് ഇത് ദേ കട്ട് ദ കേക്ക് സിമ്പിൾ പാസ്റ്റ് ആണ്. സെക്കൻഡ് കേസ്, അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് വുഡ് കൊടുത്താൽ മതി അല്ലെ, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വുഡ് കൊടുത്താൽ മതി. അപ്പോൾ ഐ വുഡ് ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ ഓപ്ഷൻ നോക്കുമ്പോൾ വുഡ് ഹാവും ഉണ്ട്, കുഡ് ഹാവും ഉണ്ട്. ഇവിടെ എപ്പോഴും ഞാൻ പറഞ്ഞു, ഇവിടെ വുഡ് എന്ന നിർബന്ധമില്ല, വുഡ് ആവാം, കുഡ് ആവാം, ഷുഡ് ആകാം. അപ്പോൾ വുഡ് ഹാവ് ആണോ കുഡ് ഹാവ് ആണോ കുറച്ചും കൂടെ കറക്റ്റായിട്ട് വരേണ്ടത് അവിടെ. അത് കേക്ക് ഇന്നലെ കട്ട് ചെയ്ത് എനിക്ക് കഴിക്കാമായിരുന്നു അല്ലേ, ഒരു പ്രോബബിലിറ്റി വരുന്നില്ല, എനിക്ക് കഴിക്കാമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രോബബിലിറ്റി വരുമ്പോൾ വുഡാണോ കുഡാണോ നല്ലത്, എനിക്കത് കഴിക്കാൻ പറ്റുമായിരുന്നു, കഴിയുമായിരുന്നു എന്ന് പറയുമ്പോൾ കുഡാണ് കറക്റ്റ്. സോ ഐ കുഡ് ഹാവ് എന്നാണ് വരേണ്ടത്. സോ ഇഫ് ദേ കട്ട് ദ കേക്ക് യെസ്റ്റർഡേ ഐ കുഡ് ഹാവ് ഇറ്റ് എന്നാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്. ഇനി ഇഫ് ഐ ഡാഷ് എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ എനിക്ക് പറക്കാൻ കഴിയുമായിരുന്നു. ഇതൊരു ഇമാജിനറി സിറ്റുവേഷൻ, ഞാൻ പക്ഷിയല്ല, പക്ഷി ആവുമില്ല അല്ലേ. പിന്നെ ഇമാജിനറി സിറ്റുവേഷൻ വരുമ്പോൾ ഐൻ്റെ കൂടെ നമ്മൾ ജസ്റ്റ് വേറെ യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ ജസ്റ്റ് വുഡാണുള്ളത്, വുഡ് ആകുമ്പോൾ നമുക്ക് ഇവിടെ സിമ്പിൾ പാസ്റ്റ് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ നമുക്ക് നോർമലി സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഐ വാസ് അല്ലെങ്കിൽ ഐ വേർ. വാസാണോ വേറാണോ കൊടുക്കേണ്ടത്, ഇമാജിനറി സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഈ ഒരു കേസ് ഓർത്ത് വെച്ചോണം, ഐ വേറെ ബേർഡ് എന്നാ പറയാം. ഞാൻ ഒരു പക്ഷിയായിരുന്നെങ്കിൽ ഐ വാസ് അല്ല ഐ വേർ ആക്കി ഈ സിറ്റുവേഷനിൽ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഓർമ്മയോട് നോക്കാം. ഇഫ് ഷീ ഹാഡ് എബിലിറ്റി ഷീ ഡാഷ് ദിസ് പ്രോബ്ലം, വിൽ സോൾവ്, കുഡ് സോൾവ്, വുഡ് ഹാവ് സോൾവ്, കുഡ് ഹാവ് സോൾവ്. അവൾക്ക് എബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയുമായിരുന്നു. നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഹാഡ് എബിലിറ്റി കാണുമ്പോൾ ഹാഡ് പ്ലസ് V3, അപ്പോൾ വുഡ് ഹാവ് എന്ന് കൊടുക്കാൻ തോന്നും. പക്ഷേ ഇവിടെ എന്താണ്, ഹാഡിൻ്റെ കൂടെയുള്ള V3 അല്ല, വെർബ് അല്ല, എബിലിറ്റി എന്നുള്ളൊരു കഴിവാണ് അത് അല്ലേ. ഹാഡ് എബിലിറ്റി ആ ഒരു കഴിവാണ്, എനിക്ക് അതിനുള്ള കഴിവ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പ്രോബ്ലം സോൾവ് ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതൊരു നൗണാണ്, അപ്പോൾ ഇത് ആക്ച്വലി ഹാഡ് വെർബാണ്. ഡിഡ് പ്ലസ് ഹാവ് ആണ് മുന്നേ പറഞ്ഞ പോലെ. അപ്പോൾ ഇത് ഡിഡ് പ്ലസ് ഹാവ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ്. സെക്കൻഡ് കേസ് സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ എന്ത് കൊടുക്കണം, വുഡ് പ്ലസ് V1 ആണ് കൊടുക്കേണ്ടത്. അപ്പം ഷീ വുഡ് സോൾവ് ദിസ് പ്രോബ്ലം ആണ് അവിടെ കൊടുക്കേണ്ടത്. നമ്മുടെ ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ, വിൽ സോൾവ്, കുഡ് സോൾവ്, വുഡ് ഹാവ് സോൾവ്, കുഡ് ഹാവ് സോൾവ്. അപ്പോൾ വുഡ് സോൾവ് ഇല്ല, പകരം കുഡ് സോൾവ് ഉണ്ട്. അപ്പോൾ അവർക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഷീ കുഡ് സോൾവ് ദ പ്രോബ്ലം ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ? സോ കഴിഞ്ഞ വർഷത്തെ സെക്രട്ടറി ടെസ്റ്റിന് എക്സാമിനേഷൻ ചോദിച്ച ആ ചോദ്യം ഇതാണ്. ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ദ വെർബ്. ലതാസ് കരിയർ വുഡ് ഹാവ് ബീൻ റൂയിൻഡ് ഇഫ് ഷീ നോട്ട് പാസ് കൊടുത്തിട്ടുണ്ട് ദ പ്രൊമോഷൻ ടെസ്റ്റ്. ഓപ്ഷൻസിൽ അതിൽ ഫസ്റ്റ് ഹാവ് നോട്ട് പാസ്ഡ്, സെക്കൻഡ് ഹാസ് നോട്ട് പാസ്ഡ്, തേർഡ് ഹാഡ് നോട്ട് പാസ്ഡ്. എന്നിട്ട് ഓപ്ഷൻ എ ഓൺലി 1 and 2, ഓപ്ഷൻ ബി ഓൺലി 3, ഓപ്ഷൻ സി ഓൺലി 1 and ഓപ്ഷൻ ഡി none. ഓക്കെ, ഇപ്പോൾ നമുക്ക് റൂൾസ് ഒക്കെ അറിയാം. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ലതാസ് കരിയർ വുഡ് ഹാവ് ബീൻ റൂയിൻഡ്, വുഡ് ഹാവ് ബീൻ റൂയിൻഡ് ഞാൻ ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. വുഡ് പ്ലസ് ഹാവ് പ്ലസ് B3 ആണ്. ഇവിടെ ബീൻ ഉണ്ട്, ബീൻ എന്തുകൊണ്ടാണ് വന്നത്, ആ സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് തുടങ്ങുന്നതുകൊണ്ടിട്ടാണ്. ദാറ്റ് മീൻസ് അതൊരു ആക്റ്റീവ് വോയിസ് എന്നല്ല, പാസീവ് വോയിസ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ടാണ് അവിടെ ബീൻ വന്നത്. നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഫിൻ്റെ കൂടെ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 വന്നിട്ടുണ്ട് ഒരു സൈഡിലെങ്കിൽ, ഒരു സൈഡിൽ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ സൈഡിൽ എന്തായിരിക്കും ഉണ്ടാവുക, ഓഫ് കോഴ്സ് ഹാഡ് പ്ലസ് B3 ആയിരിക്കണം, ഹാഡ് പ്ലസ് V3 ആയിരിക്കണം. ഇവിടെ നമ്മൾ ഓപ്ഷൻ നോക്കിയാൽ അത് ഓപ്ഷൻ 3യിൽ മാത്രമാണ് ഹാഡ് പ്ലസ് V3 ഉള്ളൂ, ഹാഡ് നോട്ട് പാസ് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വുഡ് ഹാവ് ഉണ്ടോ, നമ്മളിവിടെ എന്ത് കൊടുക്കുന്നു,
ഹാഡ് നോട്ട് പാസ്ഡ്, ഹാർഡ് തേടിപ്പോവും. ഇവിടെ വുഡ് ഹാവ് കണ്ടാൽ നമ്മൾ എന്ത് തേടിപ്പോവും? ഹാർഡ് തേടിപ്പോവും. ഇവിടെ വുഡ് ഹാവ് ഇല്ല, വുഡ് മാത്രമായിരുന്നെങ്കിലോ നമ്മളിവിടെ എന്ത് തേടിപ്പോയേനെ? നമ്മൾ ജസ്റ്റ് വുഡ് മാത്രമായിരുന്നെങ്കിൽ സിമ്പിൾ പാസ്റ്റ് തേടിപ്പോയേനെ. ഇനി ഇവിടെ വില്ലായിരുന്നെങ്കിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് തേടിപ്പോയേനെ. ഇവിടെ വുഡ് ഹാവ് ആയതുകൊണ്ട് ഹാഡ് നോട്ട് പാസ്ഡ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. എന്നിട്ട് OMRൽ പോയിട്ട് ഓപ്ഷൻ സി മാർക്ക് ചെയ്യരുത്. തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബിയിലാണ് ഓൺലി 3 കറക്റ്റ് എന്ന് പറഞ്ഞത്. സോ ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യൂ, നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം നിങ്ങൾ പരമാവധി ഫ്രണ്ട്സിനടുത്ത് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട സജഷൻസും കമൻസും ഒക്കെ അറിയിക്കുക. PSC എക്സാം ഗൈഡിൻ്റെ ഓൺലൈൻ കോഴ്സ് നമ്മൾ ഈ 10th സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പുതിയ പുതിയ എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകണം. അടുത്ത വർഷം LDC ഉണ്ട്. അപ്പം ഏത് എക്സാം ആണെങ്കിലും നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്യണം, പ്രിപ്പറേഷൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ടൈം ആകുമ്പോഴേക്കും അത്യാവശ്യം സിലബസ് ഒന്ന് കവർ ചെയ്ത് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. എപ്പോഴും നമ്മൾ എക്സാമിന് പോകുമ്പോൾ ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗിൽ പോകുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവലോടെ കുറയുക. അപ്പോൾ എക്സാം ആകുമ്പോഴേക്കും വൃത്തിയായിട്ട് ഒരു ഉച്ചയോട് കൂടിയിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് പോകുമ്പോൾ ഹൗ കോൺഫിഡൻറ്റ് വിൽ ബി അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻ ലൈവ് ക്ലാസ് നമ്മൾ Gmeet or Zoom വഴി ചെയ്യാണ്. മോർണിംഗ് ബാച്ചാണ്. ഓക്കെ, 5 hours പെർ വീക്കാണ്. ലൈവ് ഇൻട്രാക്റ്റീവ് സെഷനാണ്. നമ്മൾ ക്ലാസ്സിലിരുന്ന് തന്നെ ഒരു 90% പഠിച്ച് അങ്ങനെയായിരിക്കും ക്ലാസ് മുന്നോട്ട് പോകാം. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ് വീണ്ടും കാണുമ്പോഴേക്കും